ശക്തമായ മത്സരത്തിനാണ് ഇത്തവണ കൊല്ലം മണ്ഡലം കളമൊരുങ്ങിയിരിക്കുന്നത്. തുടക്കം മുതലേ ഇവിടെ മുകേഷിനെ CPM സ്ഥാനാർത്ഥിയാക്കിയതിൽ പലർക്കും അമർഷമുണ്ടായിരുന്നു. ഇവിടെ നടന്ന സർവേകളിൽ പോലും വോട്ടർമാർ പ്രതികരിച്ചതും ശ്രദ്ധേയമായിരുന്നു. മാവേലി എന്നാണ് പലരും മുകേഷിനെ വിശേഷിപ്പിച്ചത്. അതേസമയം ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് UDF-നായി NK പ്രേമചന്ദ്രൻ തന്നെയാണ് ഇപ്രാവശ്യവും കളത്തിലിറങ്ങുന്നത്. കഴിഞ്ഞ തവണത്തെ കൂറ്റൻ ഭൂരിപക്ഷം തന്നെയാണ് മണ്ഡലത്തിൽ NK പ്രേമചന്ദ്രന്റെ ആത്മവിശ്വാസം. 2019 1,48,856 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയായിരുന്നു മണ്ഡലത്തിൽ പ്രേമചന്ദ്രൻ വിജയിച്ചത്. അന്ന് KN ബാലഗോപാലിനെയായിരുന്നു പ്രേമചന്ദ്രൻ പരാജയപ്പെടുത്തിയത്. 3.5 ലക്ഷത്തോളം വോട്ടുകളായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. ഇത്തവണയും കൊല്ലം തനിക്കൊപ്പം നിൽക്കുമെന്ന് പ്രേമചന്ദ്രൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 തവണയും കൈവിട്ട മണ്ഡലം ഇത്തവണ മുകേഷിലൂടെ തിരിച്ചു പിടിക്കാമെന്നാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. മുകേഷിന്റെ താരപരിവേഷം വോട്ടായി മാറുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടി ഭൂരിപക്ഷത്തിൽ ജയിച്ച മുകേഷിനെ എന്ത് ധൈര്യത്തിലാണ് CPM സ്ഥാനാർത്ഥിയാക്കിയതെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ജനസമിതിയുടെ കാര്യത്തിൽ മുകേഷിന് പ്രേമചന്ദ്രനെ വീഴ്ത്താനാകില്ലെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ഇതിനിടയിൽ ചർച്ചയാവുകയാണ് ഇരുവരുടെയും ആസ്തി. ജനപ്രീതിയിൽ പ്രേമചന്ദ്രനാണ് മുൻപിലെങ്കിലും ആസ്തിയുടെ കാര്യത്തിൽ നടൻ മുകേഷാണ് മുന്നിൽ. 2021 MLA ആയി മത്സരിക്കുമ്പോൾ സമർപ്പിച്ച സത്യവാങ്മൂല പ്രകാരം 14.24 കോടിയാണ് മുകേഷിന്റെ ആസ്തി. 2016 ഇത് 10.57 കോടിയായിരുന്നു. 82,390 രൂപയോളം തനിക്ക് ബാധ്യതയുണ്ടെന്നും മുകേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. 2 കാറുകളും താരത്തിന് സ്വന്തമായുണ്ട്. സ്വന്തമായി കൃഷിഭൂമിയില്ല, എന്നാൽ ചെന്നൈയിലും എറണാകുളത്തുമായി 3 പ്രോപ്പർട്ടികളുണ്ടെന്നും താരം പറയുന്നു. NK പ്രേമചന്ദ്രന്റെ ആകെ ആസ്തി 1.75 കോടി രൂപയാണ്. 2014 1.65 ലക്ഷവും 29 ലക്ഷത്തോളം ബാധ്യതയും തനിക്കുണ്ടെന്നും 2019 സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. സ്വിഫ്റ്റ് കാറാണ് പ്രേമചന്ദ്രന്റെ കൈവശമുള്ളത്. സ്വന്തമായി പ്രോപ്പർട്ടികൾ ഒന്നുമില്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഏതായാലും 2 സ്ഥാനാർത്ഥികളും കാടിളക്കിയ പ്രചരണത്തിൽ തന്നെയാണ്. 2 ദിവസം മുൻപാണ് LDF സ്ഥാനാർത്ഥി M മുകേഷ് ചവറയിൽ പര്യടനം നടത്തിയത്. പന്മന ആശ്രമത്തിലെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ അദ്ദേഹം ചട്ടമ്പി സ്വാമി മഹാസമാധി പീഠത്തിലും കുമ്പളത്ത് ശംഖുപിള്ള സ്മൃതി കുടീരത്തിലും പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പന്മന പ്രാദേശിക കേന്ദ്ര, ചവറ ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ്, വലിയ മെമ്മോറിയൽ BEd കോളേജ്, ചവറ MSN കോളേജ്, തേവക്കര ഗവൺമെന്റ് ITI, തേവലക്കര ലോക രക്ഷക നഴ്സിംഗ് കോളേജ്, തേവലക്കര MES PSC കോച്ചിംഗ് സെന്റർ എന്നിവിടങ്ങളിലും എത്തി. കലാലയങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. MK ഭാസ്കരൻ, CP കരുണാകരൻ പിള്ള, KC പിള്ള എന്നിവരുടെ സ്മൃതി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തി. തേവലക്കര പുത്തൻ സങ്കേതം, തെക്കുംഭാഗം, കൊല്ലക്ക, നീണ്ടകര, ശക്തികുളങ്ങര എന്നിവിടങ്ങളിലെ കുടുംബയോഗങ്ങളിലും പങ്കെടുത്തു. ഏതായാലും ഒട്ടും വിജയപ്രതീക്ഷയില്ലാത്തിടത്ത് ഓടി നടന്ന് വിജയം ഉറപ്പിക്കുകയാണ് നേതാവ്.